തൃശൂർ നഗരത്തിൽ ഇന്ന് പുലികളിറങ്ങും. പുലിക്കളിക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പുലികളി കാണാനുള്ള കാത്തിരിപ്പിലാണ് നാടും നഗരവും. 7 ദേശങ്ങളിൽ നിന്നുള്ള പുലികളി സംഘങ്ങളാണ് തൃശൂർ നഗരത്തെ ഉത്സവത്തിമർപ്പിലാക്കുക. വിവരങ്ങൾ വിയ്യൂർ യുവജന സംഘത്തോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധി മനു കൂടി ചേരുകയാണ്. അത് വിയ്യൂർ ദേശത്തിനൊപ്പമാണ് മനു ഇപ്പോൾ ചേരുന്നത്. മനു, ഈ ഇത്തവണത്തെ പുലികളിയിൽ എല്ലാ തവണയും നമ്മളിങ്ങനെ പുലികളി ലൈവായി നൽകാറുണ്ട്. ഇത്തവണത്തെ പുലികളിയിൽ എന്താണ് പ്രത്യേകത? വല്ലതും സൂചനയായി ലഭിച്ചിട്ടുണ്ടോ? അജിംഷാദ്, ഇത്തവണത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഒരു സൂചനയും ഒരു ദേശക്കാരും തരുന്നില്ല. എല്ലാവരും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് കളത്തിൽ കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. ഏതായാലും നമ്മൾ ഇപ്പോൾ വിയ്യൂർ യുവജന സംഘത്തിന്റെ പുലികൾക്കൊപ്പമാണ് നിൽക്കുന്നത്. പുലികളൊക്കെ റെഡിയാണ്. ഒരേ സമയം ഫ്രെയിമിൽ എനിക്ക് 2 പുലികളെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഒരു നല്ല പുലി വരച്ചു നിൽക്കുന്നു. തൃശ്ശൂരിന്റെ പ്രിയപ്പെട്ട സുല്ലേട്ടനുണ്ട് എന്നോടൊപ്പം. സുല്ലേട്ടാ, ഇത്തവണത്തെ പുലികളി എങ്ങനെ തൃശ്ശൂർ പൊളിക്കോ? തൃശ്ശൂർ ഗംഭീരമാണ്. ഇത് പാലയെന്നുള്ള പുലിയാണ്. പാലായെന്നുള്ള പുലിയാണ്. ഞാനും പാലക്കാരനാണ്. കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത കൊല്ലം ഉണ്ടാവണം എന്ന് പറഞ്ഞു. തവണ കറക്റ്റ് ആയിട്ട് വന്നു അല്ലേ? ആണ് സ്നേഹം. പാലയെന്നുള്ള പുലിയുണ്ട്, പാലക്കാട് എന്നുള്ള പുലിയുണ്ട്. എല്ലാ പുലികളാവണമെങ്കിൽ തൃശ്ശൂർ ഇറങ്ങണം. തൃശ്ശൂർ ഇറങ്ങിയാലേ പുലിയാവുള്ളൂ. നിങ്ങളുടെ കൂടെ ഒരു പുലിയുണ്ട് കേട്ടാ, സലീം. പുലിയെ നേരിട്ടുണ്ടാവും. 25 കൊല്ലമായിട്ട് തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ പുലിക്കളികളും റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടർ തൃശ്ശൂരുണ്ടെങ്കിൽ, തൃശ്ശൂരല്ല കേരളത്തിലുണ്ടെങ്കിൽ അത് സലീമ. അപ്പൊ കൈരളിയിലൊരു പുലിയില്ല, നിങ്ങൾ ആ പുലിനെ ആദ്യം. അപ്പൊ ഈ പുലിനെ കൂടെ ഒന്ന് കണ്ടോ കേട്ടോ. കഴിഞ്ഞ 25 കൊല്ലക്കാലമായി നമുക്ക് വേണ്ടി ദൃശ്യങ്ങൾ തൃശ്ശൂരിൽ നൽകുന്ന ആളാണ് സലീമിക്ക. പുലി കളി എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരുടെ ഒരു ആവേശമാണ്. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും പുലിക്കളിക്ക് കവർ ചെയ്യാൻ കൈരളിക്ക് വേണ്ടി ഞാൻ ഉണ്ടാവാറുണ്ട്. ഉറപ്പാണ്. 50 കൊല്ലം ഉണ്ടാവട്ടെ സലീം. ഇനി ഒരു 50 കൊല്ലം കൂടി വരട്ടെ. അതെ, ഈ പുലിക്കളി എന്ന് പറഞ്ഞാലേ, ഇപ്പൊ ഇദ്ദേഹം പാലയെന്ന് വരാന്ന് പറഞ്ഞാലേ, ഈ അടുത്തുള്ള ആൾ വരും. ഇപ്പൊ ഞാൻ വരുമ്പോ പാലക്കാട് നിന്ന് ഒരാൾ വന്നു. ഞാൻ അവിടെ അപ്പുറത്ത് പോയപ്പോ അവിടെ പാലക്കാട്ടെ പുലിയുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, ഈ അടുത്തുള്ള മരണോട്ടെ, ഞാൻ എന്തായാലും വരുന്നു പറഞ്ഞു. അവിടെ പെൺപുലി, ഈ പുലിവേഷം കെട്ടാൻ വന്ന പെൺപുലിയുടെ അനിയത്തി ഇവിടെ ഈ പുലിവേഷം കണ്ടപ്പോ അതിൽ ആവേശം കൊണ്ട് അനിയത്തി കാണാൻ വന്ന ആളാണ്. പക്ഷെ ഇപ്പൊ പുലിവേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ വരും ആ മനുഷ്യരിക്കാരനാ. എല്ലാ കൊല്ലം പുലിവേഷം കെട്ടുന്ന പുലിയാണ്. ഇനി അവൻ തടി കുറയ്ക്കാൻ അവന് താല്പര്യമില്ല. എന്നുവെച്ചാൽ പുലിവേഷം കെട്ടുന്ന കാരണം. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ തൊട്ട് തുടങ്ങണ ഭക്ഷണം കഴിക്കില്ല, അത് വൈകുന്നേരം വരെ തുടരും. അങ്ങനെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഇതന്നെ. ഇപ്പൊ പുലിയിലിപ്പോ പണ്ടത്തെ പോലെയല്ല. പണ്ട് പുലികൾക്ക് സൈസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോ പുലികൾക്ക് ഒരു ഗമ കിട്ടണമെങ്കിൽ സൈസ് വേണം, നല്ല വലിയ വയറ് വേണം. വയറിനനുസരിച്ച് പുലികളുടെ ഡിമാൻഡ് അവിടെയാണ്. സുമോ കുസ്തിക്കാരുണ്ടല്ലോ, അവരെ തടിയാണല്ലോ. അതുപോലെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ പുലിക്കളിയിലെ ഏറ്റവും വലിയ സംഗതി വലിയ വയറുണ്ടായാൽ മാത്രം അവരെ കുളിക്കാനും കൂടി അറിയണം. അത് ഗംഭീരമായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ അവൻ കുലുക്കും. അപ്പോൾ പുലിക്കളി ലോകത്തിനൊരു വിസ്മയമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളതിനെപ്പറ്റി ഒരു വലിയ റിസർച്ചുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ റിസർച്ചൊക്കെ നടക്കേണ്ട ഒരു കാര്യമാണ്. തൃശ്ശൂർ പുലിക്കളി എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ഒരു കൂട്ടായ്മയുണ്ട്. അതായത് എല്ലാ ദേശത്തും നിങ്ങളിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം, ഇപ്പോൾ ഇത് വിയ്യൂർ പ്രദേശത്തിൻ്റെ ഒരു യുവജന സംഘം, അപ്പുറത്ത് വിയ്യൂർ ദേശമുണ്ട്. അപ്പോൾ നമ്മളിത് ഈ ഒരു പട്ടണ പ്രദേശത്ത് ഇതുപോലെ പ്രാദേശികമായ കൂട്ടായ്മകൾ, അതിൻ്റെ ദേശങ്ങളുടെ ഒരു പ്രത്യേകതകളൊക്കെ ഒരുമിച്ച് ചേരുന്ന പരിപാടികൾ നമ്മുടെ നഗരങ്ങളിലൊക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തൃശ്ശൂർ ഇത്രയും കാലങ്ങളായിട്ടും ആ ദേശത്തിൻ്റെ ഒരു ഗ്രാമീണമായിട്ടുള്ള കൂട്ടായ്മ ഇപ്പോഴും പുലിക്കളിയായിട്ടും കുമ്മാട്ടിയായിട്ടും തൃശ്ശൂർ പൂരത്തിൻ്റെ ദേശക്കാരായിട്ടൊക്കെ നിൽക്കുന്ന ഒരേ ഒരു സ്ഥലം ഈ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഗംഭീരമായ ഒരു കൂട്ടായ്മ വരുന്നത്. മറ്റു പല സ്ഥലങ്ങളിലെ ആൾക്കാരൊക്കെ ഇവിടേക്കൊരു ഗൃഹാതുരത്വത്തോടു കൂടി കടന്നു വരുന്നതിന് കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾ എന്തൊക്കെ രാഷ്ട്രീയം ഉണ്ടെങ്കിലും രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഒരു ഗംഭീരമായ രീതിയിൽ നടത്തും. ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരും ഇതിനകത്തുണ്ടല്ലോ. CPI-യും CPM-ഉം കോൺഗ്രസും BJP-യും സകല ആൾക്കാരില്ല, പാർട്ടി ഇല്ലാത്തവരൊക്കെ ഈ പുലിക്കളിയുടെ ഭാഗമായിട്ട് ഒരുമിച്ച് കൂടും. അതാണ് തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ പൂരായാലും പുലിക്കളിയായാലും വലിയ രാഷ്ട്രീയമൊന്നുമില്ല. രാഷ്ട്രീയ കളർത്താരും നോക്കണ്ടിരുന്നാൽ മതി, അതിലെല്ലാം ഉണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു, സന്തോഷം. അപ്പോൾ
വെയ്യൂർ യുവജന സംഘത്തിന്റെ പുലിമട്ടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതാ പുലികളൊക്കെ ഇങ്ങനെ നമ്മൾ രാവിലെ പറഞ്ഞ വടി പിടിച്ചിരിക്കുന്ന പുലിയൊക്കെ ഉണ്ടല്ലോ, ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ടായി പെയിന്റ് തേച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ഉണങ്ങണം. ഉണങ്ങിക്കഴിഞ്ഞ ശേഷം കുലുങ്ങി നല്ല ഗംഭീരമായിട്ട് അരമണിയൊക്കെ കെട്ടി ആടും അല്ലേ? ചേട്ടൻ്റെ പേരെന്താ? എന്റെ പേര് മണി. മണി. എത്ര കൊല്ലമായി പുലിവേഷം കേട്ടത്? ഇപ്പം മൂന്നാമത്തെ വർഷം. മൂന്നാമത്തെ കൊല്ലം. എങ്ങനെയുണ്ട് ഈ 3 വർഷത്തെ എക്സ്പീരിയൻസ്? 3 വർഷം ആദ്യത്തെ വർഷം കിട്ടുന്നതും ഇപ്പൊ കിട്ടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമായി. ആദ്യത്തെ പ്രാവശ്യം അല്ല, ഇത് നമുക്ക് ഇവിടെ വരുമ്പോൾ വരയ്ക്കുന്നവരായാലും ഇവിടെയുള്ള കമ്മിറ്റിക്കാരായാലും അറിയുന്നില്ല. ഇതിപ്പം 3-ാമത്തെ വർഷം മുമ്പ് ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ വീട്ടിലത്തെ ആൾക്കാർ എന്നുള്ള രീതിയിൽ നമ്മുടെ സ്വന്തം ഇവരുടെ. അതെ അതെ. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ എന്താ പറയുന്നത്, പുലി പോകുന്നു പറയോ? അല്ല, നമ്മൾ അല്ലെങ്കിൽ അറിയണതാണ്. അത് പറഞ്ഞുകൊണ്ട് എന്നാലും നാട്ടിൽ നമ്മുടെ പുലിയല്ലേ പോകുന്നെന്ന് പറയുമോ? അത് ഇപ്പൊ ഒരു മാസം. അതെ. എത്ര ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണോ വരുന്നത്? ഇല്ല, നമുക്ക് വ്രതം നമ്മൾ ചെയ്യണില്ല, ചെയ്യുന്നവരുണ്ടായിരുന്നു. അവരെ കുറിച്ച് സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. ഞാൻ വ്രതം ഒന്നും എടുക്കണില്ല, നമ്മൾ ഇതിന്റെ ഒരു ഹരത്തിന്റെ പേരിൽ ചെയ്യണമെന്ന് മാത്രം. എത്ര ഒരു തയ്യാറെടുപ്പുണ്ട് ഇതിന് വേണ്ടിയിട്ട്? ഇതിപ്പോ തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നിലവില് മറ്റ് എല്ലാവരും 21 ദിവസം 41 ദിവസം ഒക്കെ വ്രതം എടുക്കുന്നവരുണ്ട്. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്, ഈ വയറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. ഇത് പുലി ഉള്ള ചെരുപ്പ് ആണിത്. ഇതിൽ പുലിയുടെ നഖവും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല പുതിയ സംവിധാനമാണ്. ഇതൊക്കെ ഇട്ടിട്ടാണ് നേരെ കളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് പുലിയുടെ ചെരുപ്പ്. ഞാൻ താഴെ ഇത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഒരു ആക്സസറീസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി അത് മാത്രമല്ല, കയ്യറയുണ്ട്, പുലിയുടെ കയ്യറയുണ്ട്. ഇതാണ് പുലി നഖമൊക്കെ ഉള്ള ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല കയ്യറ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അണിഞ്ഞിട്ടാണ് ഈ പുലിവേഷം വരച്ച് ഈ കയ്യറയും ഈ ചെരുപ്പും പിന്നെ പുലിയുടെ മുഖംമൂടിയൊക്കെ വെച്ചിട്ടാണ് നേരെ മടകളിൽ നിന്ന് പുലികൾ പുറത്തേക്ക് ഇറങ്ങുക. ഒരു 4 മണിയോടെ ഇറങ്ങും നമ്മൾ. അതെ, 4 മണി 4:30 കൂടി. ഒരു 3 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഇവിടെയുള്ള ഒരുക്കങ്ങളാവും. 4 മണിയോട് കൂടി ടൗണിലേക്ക് വരും. പിന്നെ നേരെ റൗണ്ട് ചുറ്റി ഒരു ആഘോഷമായിട്ട് നഗരം മുഴുവൻ പുലി കീഴടക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പോവുക. ഞാനിതൊന്ന് കയ്യിൽ ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഇതിങ്ങനെയൊക്കെയാണ് ഇത് ഇടേണ്ടത്. ഇങ്ങനെയാണ് ഇത്. മുഴുവൻ ഞാൻ കയറിയിട്ടില്ല. ഇതിങ്ങനെയാണ് പുലിയുടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അതിൻ്റെ പുലിവേഷവും പുലിയുടെ കയ്യുറയും പുലി നഖമൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇതാണ് പുലി കാല് ചെരുപ്പ്. അപ്പം ഇത്രയും സെറ്റപ്പാണ്. ഇങ്ങനെയാണ് ഇത്. പലതരത്തിലുള്ളതുണ്ട് കേട്ടോ. വേറൊരു ദേശക്കാർ വേറെ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ രാവിലെ സീതാറാം മിൽസിൽ കണ്ടപ്പോൾ അവർ വേറൊരു തരത്തിലായിരുന്നു. അപ്പോൾ ഓരോ ദേശവും അവരവരുടേതായ ഒരു ശൈലിക്ക് അനുസരിച്ചാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതൊന്നും ഇരിക്കട്ടെ, പിന്നെ അടിപൊളി ഗംഭീരം. അപ്പോൾ ഇത് മാത്രമല്ല, സസ്പെൻസുകൾ ഇഷ്ടംപടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കളത്തിലിറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതകൾ. ഓരോ ദേശവും ഓരോ വർഷവും പുതിയ പുതിയ രീതികളോടെയും സസ്പെൻസുകളോടും ഒക്കെയാണ് ആളുകളുടെ മുന്നിലേക്ക് വരുന്നത്. ഇതാ പുലികളൊക്കെ ഒരുങ്ങാനായിട്ട് ഇവിടെ റെഡിയായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പുലിയെ അണിയിച്ചൊരുക്കുന്ന ചേട്ടനെ നമുക്കിവിടെ കാണാം. ഇവിടെ മേക്കപ്പ് ചെയ്ത് റെഡിയാവുകയാണ്. ചേട്ടാ, ഒന്ന് സംസാരിക്കാവോ? എന്താ പേരെന്താ? വിശ്വജിത്ത്. എത്ര നാളായി പുലിയുമായിട്ട് പുലി ഒരുക്കാൻ തുടങ്ങിയിട്ട്? ചെറുപ്പം തൊട്ട് തന്നെയുള്ളതാ. ചെറുപ്പം തൊട്ട്. തന്നെ. എന്നാലും ഒരു വർഷം പറയാൻ പറ്റുമോ? ഞാൻ ഈ ഫിഗർ വരയ്ക്കാൻ തുടങ്ങിയിട്ട് 2015 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ 10 വർഷത്തിനടുത്തായി ഫിഗർ വരയ്ക്കാൻ തുടങ്ങിയിട്ട്. മുന്നേ തന്നെ പുള്ളി കുത്താനും വരയ്ക്കാനും ചെറുപ്പം തൊട്ടേ ഉണ്ട്. ചെറുപ്പം തൊട്ടേ ഉണ്ട്. എത്ര സമയം എടുക്കും ഒരു പുലി വരയ്ക്കാൻ? ഇത് ഏകദേശം 2 മണിക്കൂറോളം ഫിഗർ മാത്രമായിട്ട് തന്നെ എടുക്കും. പിന്നെ ബാക്കി എല്ലാം കൂടി ഒരു 1.5 മണിക്കൂർ എക്സ്ട്രാ അഡീഷണൽ എടുക്കും. എത്ര പുലി ഇറക്കും ഈ ടീമിൽ നിന്ന് മൊത്തം? വിഷ്ണു എത്ര പുലി ഇറക്കും? ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ പുലിയാണ്. രണ്ടാമത്തെ പുലിയാണ്. ഇന്ന് മൊത്തത്തിൽ ഒരു ടാർജറ്റ് അങ്ങനെയുണ്ടോ? ഇത്ര അങ്ങനെ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ മുഴുവൻ വരയ്ക്കല്ലേ, അത്ര തന്നെയാണ്. ചേട്ടാ, എന്താ പേരെന്താ? ഷാജു. ഇവിടെ അടുത്താണ് വിയൂർ തന്നെ? അല്ല, എൻ്റെ ദേശത്ത് പറഞ്ഞാൽ പെരുങ്ങോട്ടുകര. പെരിങ്ങോട്ടുകര നിന്ന് ഇങ്ങോട്ട് വന്നതാ അല്ലേ? എത്ര കൊല്ലമായി പുലിവേഷം കേട്ടോ? 12ാം വർഷം. 12ാമത്തെ വർഷത്തിൽ ഇറങ്ങുന്ന പുലിയാണ് കേട്ടോ. ചില്ലറ പുലിയല്ല ഇത്, ഒരു 1.5 പുലിയാണ്. ഇത്തവണ കപ്പടിക്കോ? പക്ഷെ ഉറപ്പാണ്. എന്താ ആത്മവിശ്വാസത്തിന്റെ കാരണം? വിശ്വാസം പറഞ്ഞാൽ ഞാൻ ഏത് ടീമിൽ വിഷം ആ ടീമിൽ കപ്പടിക്കാറുണ്ട്. അമ്പോ, അത് ഭയങ്കരനാണല്ലോ. ഒരു ഭാഗ്യചിഹ്നമാണോ? കഴിഞ്ഞ കൊല്ലം മാതിരിയാണ് നമ്മുടെ അയിന്തോൾ വിഷം എടുത്ത് അവിടെ കപ്പടിച്ചു. നാക്കിലാണ് വിഷം ഇട്ടു, അവിടെ ഫസ്റ്റ് അടിച്ചു. കാനാട്ടര അതിനും കൂടെ 2023 വിഷം ഇട്ടു, അവിടെ അടിച്ചു. അപ്പൊ എവിടെയൊക്കെ ഇറങ്ങിയിട്ട് അവിടെ കപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോ എവിടെയൊക്കെ ഇറങ്ങിയാൽ അവിടെ കപ്പ് അടിക്കുന്ന അങ്ങനെ ഒരു ഭാഗ്യമാണ് ഷായിച്ചേട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്തവണ വിയൂർ യുവജന സംഘം കപ്പടിച്ചാൽ നമുക്ക് വീണ്ടും കാണണം കേട്ടോ. ആ ഭാഗ്യം നിലനിർക്കട്ടെ.